ഹായ്, HSA ഫിസിക്കൽ സയൻസ് ടോപ്പിക്കിലെ പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. പീരിയോഡിക് ടേബിളിലെ അറ്റോമിക് സൈസ് അല്ലെങ്കിൽ അറ്റോമിക് റേഡിയസ് മാത്രം അറിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ പീരിയോഡിക് പ്രോപ്പർട്ടീസും ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഒരു ട്രിക്കാണ് ഞാൻ പറയുന്നത്. സോ വാട്ട് ഇസ് പീരിയോഡിക് പ്രോപ്പർട്ടീസ്? പ്രോപ്പർട്ടീസ് വിച്ച് റിപ്പീറ്റ് ആഫ്റ്റർ എ റെഗുലർ ഇന്റർവെൽ ആർ കോൾഡ് പീരിയോഡിക് പ്രോപ്പർട്ടീസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അയോണൈസേഷൻ എൻതാൽപ്പി ഉണ്ട്, അയോണിക് റേഡിയസ് ഉണ്ട്, atomic radius ഉണ്ട്, electron gain enthalpy, electropositivity, electronegativity, etc. So first is atomic radius. Atomic radius എന്ന് പറയുന്നത് എന്താ നമുക്കറിയാം. ഒരു സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് അതിന്റെ സെന്റർ മുതൽ ആ സർക്കിളിന്റെ ലാസ്റ്റ് പോർഷൻ വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് അതിന്റെ റേഡിയസ്. അതുപോലെ തന്നെ ഒരു ആറ്റം നമ്മളൊരു സർക്കിൾ പോലെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ആറ്റത്തിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ആറ്റത്തിന്റെ സെന്റർ മുതൽ ലാസ്റ്റ് ഷെല്ല് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും. പക്ഷേ അറ്റോമിക് റേഡിയസ് നമുക്ക് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ മറ്റു ചില വഴികളിലൂടെയാണ് അവ എക്സ്പ്രസ് ചെയ്യുന്നത്. കോവാലന്റ് റേഡിയസ്, അയോണിക് റേഡിയസ്, മെറ്റാലിക് റേഡിയസ്, ഇങ്ങനെയാണ് നമ്മൾ അറ്റോമിക് റേഡിയസ് എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ കോവാലന്റ് റേഡിയസ് എന്ന് പറയുന്നത് കോവാലന്റ് ബോണ്ടിലുള്ള രണ്ട് ആറ്റംസിന്റെ ബോണ്ടുകൾ, കോവാലന്റ് ബോണ്ടിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ട് ആറ്റത്തിന്റെ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ ഹാഫ് എടുത്താണ് നമ്മൾ കോവാലന്റ് റേഡിയസ് കണ്ടുപിടിക്കുന്നത്. സോ ദിസ് ഇസ് കോവാലന്റ് ബോണ്ട്. ഇപ്പോൾ ഒരു രണ്ട് ആറ്റംസ് തമ്മിൽ കോവാലന്റ് ബോണ്ടാണ് ഉള്ളതെങ്കിൽ അതിന്റെ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുക്കുക, അതിന്റെ ഹാഫ് ആയിരിക്കും കോവാലന്റ് റേഡിയസ് എന്ന് പറയുന്നത്. അറ്റോമിക് റേഡിയസ് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ബോണ്ട് വഴിയുള്ള റേഡിയസ് കണ്ടുപിടിക്കുന്നത്. കോവാലന്റ് ബോണ്ടഡ് ആയിട്ടുള്ള മോളിക്യൂൾസിന്റെ കേസിൽ കോവാലന്റ് റേഡിയസ് നമുക്ക് കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്ലോറിൻ മോളിക്യൂളിന്റെ കേസിൽ ആ ഒരു ബോണ്ട് ഡിസ്റ്റൻസ് 198 പൈക്കോമീറ്റർ ആണ്. അതുകൊണ്ട് കോവാലന്റ് റേഡിയസ് അതിന്റെ ഹാഫ് 99 പൈക്കോമീറ്റർ ആയിരിക്കും. അടുത്തത് മെറ്റാലിക് റേഡിയസ്. മെറ്റാലിക് റേഡിയസ് എന്ന് പറയുമ്പോൾ മെറ്റാലിക് ബോണ്ടിലുള്ള രണ്ട് ആറ്റത്തിന്റെ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ ഹാഫ് ആയിരിക്കും മെറ്റാലിക് റേഡിയസ്. വാൻഡർവാൾസ് റേഡിയസ്, അവിടെ ബോണ്ട് ഒന്നുമില്ല, പകരം ബോണ്ടിങ്ങിൽ ഏർപ്പെടാത്ത രണ്ട് ആറ്റംസ്, നമ്മൾ തൊട്ടടുത്തടുത്തുള്ള രണ്ട് ആറ്റംസ് കൺസിഡർ ചെയ്യുന്നു. ആറ്റത്തിന്റെ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ ഹാഫ് ആയിരിക്കും വാൻഡർവാൾസ് റേഡിയസ് എന്ന് പറയുന്നത്. ഇനി അറ്റോമിക് റേഡിയസ് ഒരു ഗ്രൂപ്പിലും പീരീഡിലും ഉള്ള വ്യത്യാസമാണ്. സോ ആദ്യം നമ്മൾ അറ്റോമിക് സൈസ് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നോക്കുന്നു. സെയിം ട്രെൻഡ് തന്നെയാണ് അറ്റോമിക് റേഡിയസിന്റെ കേസിലുള്ളത്. ഇതാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ. അപ്പോൾ പീരിയോഡിക് ടേബിൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ ലെഫ്റ്റ് സൈഡിലുള്ള മെറ്റൽസ് ആണ്, ഇത് നോൺ മെറ്റൽസ് ആണ് ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ളത്. അപ്പോൾ പീരിയോഡിക് ടേബിളിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഈ ഗ്രൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുന്നു ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ താഴേക്ക് വരുമ്പോൾ വ്യത്യാസം എന്താണ്? ഹൈഡ്രജന് ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ നമുക്കറിയാം അല്ലേ. ന്യൂക്ലിയസ് കഴിഞ്ഞാൽ ആകെ ഒരു ഷെല്ലേ ഉള്ളൂ, 1s1 ആണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ലിഥിയം വരുമ്പോൾ 3 ആണ് അറ്റോമിക് നമ്പർ, ന്യൂക്ലിയസ് കഴിഞ്ഞ് 1s2 ഉണ്ട്, 2s1 ഉണ്ട്, അപ്പോൾ 2 ഷെല്ലായി അല്ലേ. ഫസ്റ്റ് ഷെല്ലും സെക്കൻഡ് ഷെല്ലും ഉണ്ട്. ഇനി സോഡിയത്തിന്റെ കേസിലാവുമ്പോൾ 11 ആണ് അറ്റോമിക് നമ്പർ, 1s2, 2s2, 2p6, 3s1 ആണ് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 3s എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ഷെല്ല് കൂടിയുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, ഫസ്റ്റ് ഷെല്ലുണ്ട്, സെക്കൻഡ് ഷെല്ലുണ്ട്, തേർഡ് ഷെല്ലുണ്ട്. ഈ രീതിയിൽ ഷെല്ലുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് താഴേക്ക് വരുന്തോറും. പൊട്ടാസ്യം എത്തുമ്പോൾ 4 ഷെല്ലാവും, അതായത് 4s1 ആവും, 5s1, 6s1, ഇങ്ങനെ ഷെല്ലുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഷെല്ലിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആറ്റത്തിന്റെ സൈസും കൂടിക്കൊണ്ടിരിക്കുന്നു. ആറ്റത്തിന്റെ ആ ഒരു എന്താണ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്, പക്ഷെ അതിനേക്കാളൊക്കെ കൂടുതലാണ് ഈ ആറ്റത്തിന്റെ ഷെല്ലിന്റെ വലിപ്പത്തിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ എണ്ണത്തിലുണ്ടാവുന്ന വ്യത്യാസം. അതുകൊണ്ട് എപ്പോഴും ആറ്റത്തിന്റെ സൈസ് ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും എന്താ സംഭവിക്കുന്നത്? അറ്റോമിക് സൈസ് കൂടി വരികയാണ് ചെയ്യുന്നത്. ഇനി ഒരു പീരീഡിൽ കൺസിഡർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് എന്താണ് സംഭവിക്കുക? നമ്മളിപ്പോൾ ലിഥിയം, ബെറിലിയം, ബോറോൺ ഈ ഒരു സെക്കൻഡ് പീരീഡ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ എല്ലാം ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് 2 ആയിരിക്കും അവരുടെ ഷെല്ലിന്റെ എണ്ണം. ഇവിടെ 2s1 ആണ്, 2s2, 2s3, 2s1, 2s2 വരെ ഉള്ളൂ. പിന്നെ 2p1, 2p2, 2p3, 2p4, 2p5 ആൻഡ് 2p6. അപ്പോൾ 2 ആണ് ഇവരുടെ ഷെൽ നമ്പർ അല്ലേ. സെക്കൻഡ് പീരീഡിൽ എല്ലാവരുടെയും ഷെൽ നമ്പർ 2 ആണ്, തേർഡ് പീരീഡിൽ 3 ആണ്. അപ്പോൾ ഈ ആറ്റംസ് എല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ ന്യൂക്ലിയസ് ഉണ്ട്, ഫസ്റ്റ് ഷെല്ലുണ്ട്, സെക്കൻഡ് ഷെല്ലുണ്ട്, ഇത്രയേ ഉള്ളൂ ഇവരുടെ കേസിൽ. ഇനി താഴേക്ക് വന്നാലേ അടുത്ത ഷെല്ലാവുന്നുള്ളൂ. അതായത് ലിഥിയം തൊട്ട് ഫ്ലൂറിൻ വരെ മുഴുവനും പീരീഡ്
പീരീഡ് ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ ഈ ഒരു ആറ്റത്തിന്റെ വലിപ്പം അല്ലെ ഷെല്ല് സെയിം ആയിരിക്കും. ഇനി എന്താ ന്യൂക്ലിയസിന്റെ ചാർജിൽ എന്താണ് വ്യത്യാസം? ന്യൂക്ലിയർ ചാർജ് അറ്റോമിക് നമ്പർ കൂടുന്നു, അതിനനുസരിച്ച് ന്യൂക്ലിയർ ചാർജും ഇൻക്രീസ് ചെയ്യുന്നു. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുകയും ഷെല്ലിന്റെ എണ്ണം കൂടാതിരിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് വ്യത്യാസം? ന്യൂക്ലിയസിന്റെ ചാർജ് കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോൺസിനെ ന്യൂക്ലിയസ് കൂടുതൽ അതിന്റെ സെന്ററിലേക്ക് അട്രാക്ട് ചെയ്യുന്നു, അതുകൊണ്ട് ആറ്റത്തിന്റെ സൈസ് കുറഞ്ഞു വരുന്നു. സോ ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പോൾ അറ്റോമിക് സൈസ് കുറയാണ് ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പിൽ ടോപ്പ് ടു ബോട്ടം അറ്റോമിക് സൈസ് കൂടി വരുന്നു, ലെഫ്റ്റ് ടു റൈറ്റ് ഒരു പീരീഡിൽ അറ്റോമിക് സൈസ് കുറഞ്ഞു വരുന്നു. ഈ ഒരു ഒറ്റ കാര്യം അറിയാമെങ്കിൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ പീരിയോഡിക് പ്രോപ്പർട്ടീസും ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഫസ്റ്റ് വൺ അറ്റോമിക് റേഡിയസ് ഓർ അയോണിക് റേഡിയസ്. അപ്പോൾ ഈ അയോണിക് റേഡിയസ് അല്ലെങ്കിൽ മെറ്റാലിക് റേഡിയസിന്റെ ഒക്കെ കേസിലും സെയിം ട്രെൻഡ് തന്നെയാണ്. ആറ്റത്തിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ചാണല്ലോ റേഡിയസും കൂടുക. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ മേലിൽ നിന്ന് താഴേക്ക് വരുംതോറും ആറ്റത്തിന്റെ സൈസ് കൂടുന്നു, അതുകൊണ്ട് റേഡിയസും കൂടുന്നു. ലെഫ്റ്റ് ടു റൈറ്റ് സൈസ് കുറയുന്നു, അതുകൊണ്ട് റേഡിയസും കുറയുന്നു. ഇനി ഈ ഒരു 17ാം ഗ്രൂപ്പ് വരെയുള്ള എലമെന്റ്സ് വെച്ച് നോക്കുമ്പോൾ 18ാമത്തെ ഗ്രൂപ്പിലുള്ള എലമെന്റ്സിന് ആ ഒരു റേഡിയസ് കൂടുതലായിരിക്കും. കാരണം 18ാം ഗ്രൂപ്പിലുള്ള എലമെന്റ്സ് എല്ലാവരും മോണോ അറ്റോമിക് ആണ്. അപ്പൊ അവരുടെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വാൻ ഡെർ വാൾസ് റേഡിയസ് ആണ്. വാൻ ഡെർ വാൾസ് റേഡിയസ് മറ്റു റേഡിയസുകളെക്കാൾ കുറച്ചുകൂടി കൂടുതലായിരിക്കും. ഓക്കെ, സോ അറ്റോമിക് റേഡിയസ് ഒരു ഗ്രൂപ്പിലും പീരീഡിലും എങ്ങനെയാണ്? നമ്പർ ഓഫ് ഷെൽസ് റിമെയിൻ സെയിം, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്, അറ്റോമിക് റേഡിയസ് ഡിക്രീസസ്. ഒരു പീരീഡിൽ അറ്റോമിക് റേഡിയസ് കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു ഗ്രൂപ്പിൽ വരുമ്പോൾ അറ്റോമിക് റേഡിയസ് ടോപ്പ് ടു ബോട്ടം ഇൻക്രീസ് ചെയ്യുന്നു. കാരണം എന്താണ്? നമ്പർ ഓഫ് ഷെൽസ് കൂടുന്നു, അതുപോലെ തന്നെ ഷീൽഡിംഗ് എഫക്റ്റും ഉണ്ട്. എന്താണ് ഷീൽഡിംഗ് എഫക്റ്റ്? ഒരു ആറ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ന്യൂക്ലിയസിന്റെ ചാർജ്, ഇപ്പൊ ഹയർ അറ്റോമിക് നമ്പർ ഉള്ള ആറ്റംസ് കൺസിഡർ ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന്റെ ചാർജ് പുറത്തേക്ക് എത്താതെ, പുറത്തെ ഇലക്ട്രോൺസിന് ന്യൂക്ലിയസിന്റെ ചാർജ് എത്താതെ അകത്തുള്ള ഇലക്ട്രോൺസ് അതിനെ ഷീൽഡ് ചെയ്ത് പിടിക്കുന്നു. ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഷീൽഡിംഗ് എഫക്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഇലക്ട്രോൺസ് പുറത്തേക്ക് ഒട്ടും ചാർജ് വിടാതെ ഈ ന്യൂക്ലിയസിന്റെ ചാർജിനെ ഷീൽഡ് ചെയ്ത് പിടിച്ചാൽ ഈ ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള ന്യൂക്ലിയസിന്റെ ഒരു എബിലിറ്റി കുറയും. അപ്പൊ പുറത്തുള്ള ഇലക്ട്രോൺസ് കുറച്ചുകൂടി ഫ്രീ ആവും, അതിനനുസരിച്ച് ആറ്റത്തിന്റെ സൈസ് കുറച്ചുകൂടി കൂടി വരും. എപ്പോഴും ന്യൂക്ലിയസ് കൂടുതൽ അട്രാക്ട് ചെയ്ത് പിടിച്ചാൽ മാത്രമേ ആറ്റത്തിന്റെ സൈസ് കുറഞ്ഞിരിക്കുകയുള്ളൂ. ഓക്കെ, ഇനി നോബൽ ഗ്യാസിന്റെ അറ്റോമിക് റേഡിയസ് കൂടുതലാണ്. കാരണം നോബൽ ഗ്യാസ് മോണോ അറ്റോമിക് ആണ്, വാൻ ഡെർ വാൾസ് റേഡിയസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇനി അയോണിക് റേഡിയസ് എന്താണ്? കാറ്റയോൺസും ആനയോൺസും കൂടി ചേർന്ന് മോളിക്യൂൾസ് ഫോം ചെയ്യുമ്പോൾ ഈ കാറ്റയോൺസും ആനയോൺസും തമ്മിലുള്ള ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ ഹാഫ് ആണ് അയോണിക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അയോണിക് റേഡിയസും അറ്റോമിക് റേഡിയസിന്റെയും ട്രെൻഡ് സെയിം ആയിരിക്കും. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ കൂടുന്നു, പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് കുറയുന്നു. അപ്പോൾ ജനറലി ഒരു കാറ്റയോൺ എപ്പോഴും അതിന്റെ പേരന്റ് ആറ്റത്തെക്കാളും ചെറുതായിരിക്കും. കാരണം എന്തായിരിക്കും? നമ്മൾ സോഡിയം കൺസിഡർ ചെയ്യുമ്പോൾ 1s2 2s2 2p6 3s1 അങ്ങനെയാണ് കോൺഫിഗറേഷൻ വരിക അല്ലേ? ഫസ്റ്റ് ഷെല്ല്, സെക്കൻഡ് ഷെല്ല്, 1s2 2s2 2p6 3s1. ഇനി Na+ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഈ 3s1 ഒക്കെ പോയിട്ട് 1s2 2s2 2p6 മാത്രമേ ഉള്ളൂ അല്ലേ? അതായത് ഒരു ഷെല്ല് തന്നെ കുറഞ്ഞു. അപ്പോൾ എപ്പോഴും ഒരു കാറ്റയോൺ Na+ഉം Naയും കൺസിഡർ ചെയ്യുമ്പോൾ കാറ്റയോൺ എപ്പോഴും എങ്ങനെ ആയിരിക്കും? ആറ്റത്തെക്കാളും ചെറുതായിരിക്കും. കാരണം എന്താണ്? കാറ്റയോണിന് ഇലക്ട്രോൺസിന്റെ എണ്ണം കുറവാണ് അല്ലേ? ഇപ്പൊ 3s1ന് ഇലക്ട്രോൺ ഒരെണ്ണം പോയി. ഇലക്ട്രോൺ പോകുന്നതിനനുസരിച്ച് ന്യൂക്ലിയസിന് കൂടുതൽ ഉള്ള ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്ത് പിടിക്കും, അതിനനുസരിച്ച് അവയുടെ സൈസ് കുറയും. അപ്പോൾ ഒരു ആനയോണിന്റെ കേസിൽ എങ്ങനെയായിരിക്കും? ആനയോണിൽ ഇലക്ട്രോൺ എക്സ്ട്രാ ആഡ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ആനയോണിന്റെ സൈസ് കൂടുകയാണ് ചെയ്യുന്നത്. കാരണം ഇലക്ട്രോണിന്റെ എണ്ണം കൂടുന്നു. ഇലക്ട്രോണിന്റെ എണ്ണം കൂടിയാൽ എപ്പോഴും ആറ്റത്തിന്റെ സൈസും കൂടുതലായിരിക്കും. ഓക്കെ, കാരണം ഇലക്ട്രോണിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആ ഒരു ഇലക്ട്രോണിക് റിപ്പൽഷൻ കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് അയോണൈസേഷൻ എൻതാൽപ്പി. അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ആൻ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം. ഒരു ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റത്തിന്റെ ഏറ്റവും ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ട എനർജിയാണ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഈ അയോണൈസേഷൻ എൻതാൽപ്പിയുടെ ഒരു എങ്ങനെയായിരിക്കും? അതിന്റെ ഒരു ട്രെൻഡ് എങ്ങനെയായിരിക്കും? ഒന്ന്, അറ്റോമിക് സൈസ് അതിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന എനർജിയാണ് അയോണൈസേഷൻ എൻതാൽപ്പി. അപ്പോൾ ആറ്റം ചെറുതാവുമ്പോഴാണോ വലുതാവുമ്പോഴാണോ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ എളുപ്പം? ആറ്റം വലുതാവുന്നതിനനുസരിച്ച് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനും എളുപ്പമായിരിക്കും അല്ലേ? കാരണം എന്താണ്? നമ്മൾ ഒരു ക്ലാസ് കൺസിഡർ ചെയ്താൽ ആ ക്ലാസ്സിൽ കുറച്ച് കുട്ടികൾ ഉള്ളപ്പോഴായിരിക്കോ കൂടുതൽ കുട്ടികൾ ഉള്ളപ്പോഴായിരിക്കോ അവിടെ നിന്ന് ഒരാളെ നമുക്കൊന്ന് റിമൂവ് ചെയ്യാൻ എളുപ്പം? പുറത്തുനിന്ന് ഒരാൾ വന്ന് നമുക്ക് ഈ പുറകിലിരിക്കുന്ന ഒരാളെ ഇങ്ങ് വിളിച്ച് ടീച്ചർ അറിയാതെ പുറത്തിറക്കണം. അപ്പോൾ ഏതിലായിരിക്കും എളുപ്പം?
ചെറിയ ക്ലാസ്സിലാണെങ്കിൽ ഒരിക്കലും അത് നടക്കില്ല അല്ലേ, കാരണം ടീച്ചർ അത്രയും ശ്രദ്ധിച്ചിരിക്കുകയാണ്, കുറച്ച് കുട്ടികളെ ഉള്ളൂ. പക്ഷെ ഒരുപാട് കുട്ടികളുള്ള ക്ലാസ്സിലാണെങ്കിൽ ചിലപ്പോഴെങ്കിലും ആ ശ്രദ്ധയൊന്ന് തിരിയുമ്പോൾ പുറകിലുള്ളവരെ കുഴപ്പാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന എനർജിയാണ്, അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ വിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന എനർജിയാണ്. ആ എനർജി എപ്പോഴും ആറ്റം ചെറുതായിരിക്കുമ്പോൾ കൂടുതലായിരിക്കും, ആറ്റം വലുതാവും തോറും അയോണൈസേഷൻ എൻതാൽപ്പി കുറഞ്ഞു വരുന്നു. അപ്പോൾ ഗ്രൂപ്പിൽ താഴേക്ക് പോകും തോറും സൈസിന് എന്താ വ്യത്യാസം വരുന്നത്, സൈസ് കൂടുന്നു, അതുകൊണ്ട് അയോണൈസേഷൻ എൻതാൽപ്പി കുറഞ്ഞു വരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് എന്തായിരിക്കും, ലെഫ്റ്റ് ടു റൈറ്റ് ആറ്റത്തിന്റെ സൈസ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അല്ലേ. സൈസ് കുറയുന്നതിനനുസരിച്ച് ഇലക്ട്രോണിനോടുള്ള അട്രാക്ഷൻ കൂടുന്നു. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരുപാട് എനർജി കൊടുക്കേണ്ടി വരും, അതായത് അയോണൈസേഷൻ എനർജിയും കൂടുതലായിരിക്കും. ഇതാണ് ഒരു ഗ്രൂപ്പിന്റെ കേസിലുള്ള ആ ഒരു ഗ്രൂപ്പിലും പീരീഡിലും ഉള്ള അയോണൈസേഷൻ എൻതാൽപ്പിയുടെ ആ ഒരു ട്രെൻഡ്. ഇനി ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ വേണ്ട എനർജിയാണ്. അപ്പോൾ സെക്കൻഡ് അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നത് സെക്കൻഡ് ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന എനർജിയാണ്. അപ്പോൾ ഒരു ഇലക്ട്രോണെ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഒരു ഇലക്ട്രോണെ കൂടി റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ ആ ആറ്റം പോസിറ്റീവ് ചാർജ് ആയി കഴിഞ്ഞു. അതുകൊണ്ട് ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി എപ്പോഴും സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പിയേക്കാളും കുറവായിരിക്കും, അതായത് സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി ആയിരിക്കും കൂടുതൽ. ഇനി തേർഡ് അയോണൈസേഷൻ എൻതാൽപ്പി സെക്കൻഡിനേക്കാളും കൂടി കൂടുതലായിരിക്കും. അപ്പോൾ ഇതാണ് അയോണൈസേഷൻ എൻതാൽപ്പിയുടെ ഒരു ജനറൽ ട്രെൻഡ്.